പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരു നല്ല പകൽ ദൈവം നമുക്ക് ദാനമായി നൽകി. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയിരുന്നു. നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ കർത്താവിനെ ഇന്ന് രാത്രി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതികളിൽ മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കഴിഞ്ഞ രാത്രിയിലെ ലൈവ് ടെക്നിക്കൽ പ്രോബ്ലം നേരിടുവാനിടയായി. എന്നാൽ ഇന്ന് രാത്രി അത് ക്രമീകരിക്കപ്പെട്ടുകൊണ്ട് ആമേൻ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഈ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസനെണ്ണി ഇന്ന് രാത്രി എന്നെയും കുടുംബത്തെയും നിർത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി നാം കേൾക്കാൻ പോകുന്ന ശബ്ദം ഒരു മുന്നറിയിപ്പിന്റെ ശബ്ദമല്ല, ഒരു പിതാവിന്റെ ഹൃദയത്തിന്റെ ശബ്ദമാണ്. തിരിഞ്ഞു വരുവിൻ, ജീവിപ്പിൻ എന്ന ദൈവത്തിന്റെ വിളി ഇപ്പോൾ ഒരു പാട്ടായി, ഒരു ഗാനമായി ഉയരട്ടെ. ഈ ഗാനം പാടുമ്പോൾ കുറ്റബോധത്തിലല്ല, കൃപയുടെ ആകർഷണത്തിൽ തിരിഞ്ഞു വരാൻ ഹൃദയം തുറക്കൂ. വാതിൽ തുറന്നിരിക്കുന്നു. കരുണ ഇന്നും ഒഴുകുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. ഹല്ലേലൂയ. തിരിഞ്ഞു വരുവിൻ, ജീവിപ്പിൻ എന്നെ വിളിക്കുന്നു കർത്താവേ. നാശത്തിലല്ല ജീവത്തിൽ പ്രസാദിക്കുന്ന പിതാവേ. ദുഷ്ടന്റെ മരണത്തിൽ സന്തോഷമില്ലെന്നു നീ പറഞ്ഞു. മാറുന്ന ഹൃദയത്തിൽ ആനന്ദം കാണുന്നവൻ നീയല്ലോ. മുളിച്ച മുന്തിരി കഥകൾ ഞാൻ പറയുന്നില്ല ഇനി. എന്റെ ആത്മാവ് നിനക്കേതെന്നു ഞാൻ സമ്മതിക്കുന്നു ഇപ്പോൾ. എല്ലാ ആത്മാക്കളും നിനക്കേതെന്നു നീ അരുളി ചെയ്തു. എന്റെ ജീവിതമെന്റെ ഉത്തരവാദികമെന്നു നീ പഠിപ്പിച്ചു. എന്താണ് ജീവിതമെന്ന്, എന്താണ് ഉത്തരവാദിത്വമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന കർത്താവ്. പാപം ചെയ്ത ആത്മാവാണ് മരിക്കേണ്ടതെന്നു പറഞ്ഞു. എന്നാൽ തിരിഞ്ഞാൽ ജീവിക്കുമെന്നു നീ വാഗ്ദാനം ചെയ്തു. ചുവപ്പായ പവനൽ മഞ്ഞുപോലെ വെളുപ്പിക്കുന്നവനെ ഓർക്കപ്പെടുകയില്ലെന്നു നീ ഉറപ്പു നൽകിയവനെ. ആദ്യ സ്നേഹം വിട്ടുപോയ ഹൃദയം ഞാൻ കൊണ്ടുവരുന്നു. വായാലല്ല ഹൃദയം കൊണ്ടു ഞാൻ നിനക്കരികെ വരുന്നു. ഇളം ചൂടായ വിശ്വാസം വീണ്ടും ജ്വലിപ്പിക്കണമേ. മന്ദമായ മനസാക്ഷി വീണ്ടും ഉണർത്തണമേ. തിരിഞ്ഞു വരുവിൻ, ജീവിപ്പിൻ എന്ന വാക്കിൻ പാട്ടാകുന്നു. നാശമല്ല പുനരാരംഭം എന്റെ കഥയാ
Hallelujah. Praise Jesus. Hallelujah. രാത്രി നാം കേട്ട വരികൾ ഹല്ലേലൂയ ഒരു പുനരാരംഭത്തിന്റെ എന്റെ കഥയാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവേ, ഇന്ന് രാത്രി അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. ശുശ്രൂഷിക്കാൻ അടിയനെ ശക്തീകരിക്കണം, ജനത്തെ അവിടെ ഒരുക്കണം, മഹത്വമെല്ലാം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവനായ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിനുള്ള വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവം എന്നെ ഫലമേൽപ്പിച്ച ദൈവവചനം ശുശ്രൂഷിച്ച പ്രാർത്ഥിച്ച് ഈ കൂട്ടായ്മ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, ഇന്നത്തെ ലോകം അതിവേഗമാണ്, എന്നാൽ ആത്മീയമായി അപകടകരം. ഹല്ലേലൂയ. ആമേൻ. വാർത്തകൾ തുറക്കുമ്പോൾ ആമേൻ നമ്മെ വേദനിപ്പിക്കുന്ന വാർത്തകൾ. ഹല്ലേലൂയ. സാമ്പത്തികമായ തകർച്ച, കുടുംബ ബന്ധങ്ങളിൽ തകരാറുകൾ. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയയിൽ ആമേൻ അതേ പാപത്തിന്റെ ആമേൻ സാധാരണവൽക്കരണം. ആമേൻ. എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ? ഹല്ലേലൂയ. എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ? അതുകൊണ്ട് എനിക്കും ഇങ്ങനെയൊക്കെ ആയിക്കൂടെ? ഹല്ലേലൂയ എന്ന സംസ്കാരം. ഹല്ലേലൂയ. ഇത്തരം കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദം ആമേൻ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ആ ശബ്ദം ഭീഷണിയുടേതല്ല, ആമേൻ വിളിയുടേതാണ്. ഹല്ലേലൂയ. അബ്രഹാമേ എന്ന് വിളിച്ച ആ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി ചില കാതുകളിൽ മുഴങ്ങട്ടെ. ശൗമേലേ, ശൗമേലേ എന്ന് വിളിച്ച ആ ദൈവ ശബ്ദം ഇന്ന് രാത്രി ചില തലമുറകളുടെ കാതുകളിൽ മുഴങ്ങട്ടെ. വചനം ദുർബലമായിരുന്ന കാലയളവിൽ ആമേൻ ദാൻ മുതൽ ബേർശേബ വരെ അനേകരെ അഭിഷേകം ചെയ്യുന്ന ആമേൻ ദൈവിക അധികാരത്തോടെ, ദൈവിക അഭിഷേകത്തോടെ ശുശ്രൂഷിക്കുന്ന തലമുറകൾ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയോടെ മാതാക്കളായിരിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനയോടെ പിതാക്കൾ ആയിരിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനയോടെ തലമുറകളായിരിക്കുന്നുവെങ്കിൽ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആത്മാവിന്റെ പകർച്ച ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും. ആമേൻ. നിന്റെ ആമേൻ സമസ്ത മേഖലകളിൽ വെളിപ്പെടുവാനിടയാകും. ചലിക്കാത്തത് ചലിക്കും. ഹല്ലേലൂയ. ആമേൻ. അതെ, അസ്ഥി കൂമ്പാരങ്ങളെ ജീവിപ്പിക്കുമാറാക്കിയ യഹോവയുടെ സാന്നിധ്യം ആമേൻ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കിടക്കുന്ന മേഖലകളെ ഇന്ന് രാത്രി ചലിപ്പിക്കുവാനിടയാകും. വിശ്വസിക്കുന്നവർ കരമടിച്ച എന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് രാത്രി സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവ് ഇന്ന് രാത്രി മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദം നാം കാതോർക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ആ ശബ്ദം ആമേൻ ഭീഷണിയുടേതല്ല, ആമേൻ ദൈവിക വിളിയുടെയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ നാം ചിന്തയ്ക്കാധാരമായി ആമേൻ വായിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വേദഭാഗം എസ്കേൽ പ്രവാചകന്റെ പുസ്തകം
18-ാം അധ്യായം അതിന്റെ 23-24 വാക്യമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നവർ ആമേൻ നിങ്ങൾക്ക് ആമേൻ ഇത് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ആമേൻ കമന്റ് ചെയ്യുക. ആമേൻ നിങ്ങൾക്ക് വരും ദിനങ്ങളിൽ ആമേൻ ഈ ചാനലിൽ ലഭിക്കുന്ന ആമേൻ അതേ സന്ദേശങ്ങൾ ആമേൻ ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ആമേൻ പ്രതികരിക്കണം. ഹല്ലേലൂയ. ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ ആമേൻ പ്രതികരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. വായിക്കാം എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 23-24 വാക്യം. ഹല്ലേലൂയ. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. എന്നാൽ നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിച്ചു ദുഷ്ടൻ ചെയ്യുന്ന സകല മ്ലേച്ഛതകളെയും പോലെ ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ചെയ്ത നീതിയെന്നും കണക്കിടുകയില്ല. അവൻ ചെയ്ത ദ്രോഹത്താലും അവൻ ചെയ്ത പാപത്താലും അവൻ മരിക്കും. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമുണ്ടോ എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. അവൻ തന്റെ വഴികളിൽ നിന്ന് തിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ പ്രസാദം. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ നീതിമാൻ തന്റെ നീതി വിട്ട് ആമേൻ അന്യായം ചെയ്ത് ദുഷ്ടന്റെ അകൃത്യങ്ങൾ അനുസരിച്ചാൽ അവൻ ചെയ്ത നീതി ഒന്നും ഓർക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ നിർത്തി വായിച്ചാട്ടെ. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. എന്നാൽ നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിച്ചു ദുഷ്ടൻ ചെയ്യുന്ന സകല മ്ലേച്ഛതകളെയും പോലെ ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ചെയ്ത നീതിയൊന്നും കണക്കിടുകയില്ല. അവൻ ചെയ്ത ദ്രോഹത്താലും അവൻ ചെയ്ത പാപത്താലും അവൻ മരിക്കും. ഹല്ലേലൂയ. ആമേൻ. ദുഷ്ടന്റെ അകൃത്യങ്ങൾ അനുസരിച്ച ആര്? ആമേൻ. നീതിമാൻ. ഹല്ലേലൂയ. നീതിമാൻ തന്റെ നീതി വിട്ട് അന്യായം ചെയ്ത് ദുഷ്ടന്റെ അകൃത്യങ്ങൾ അനുസരിച്ചാൽ അവൻ ചെയ്ത നീതി ഒന്നും ഓർക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. ഈ വചനത്തിൽ ദൈവത്തിന്റെ ഹൃദയവും ദൈവത്തിന്റെ നീതിയും ഒരുമിച്ച് അവൻ തെളിയുക. ഹല്ലേലൂയ. ആമേൻ. നാം സ്വിച്ചിട്ടാൽ ബൾബ് തെളിഞ്ഞു വരുന്നത് പോലെ. ഹല്ലേലൂയ. ഈ വചനത്തിൽ ദൈവത്തിന്റെ ഹൃദയവും ദൈവത്തിന്റെ നീതിയും ഒരുമിച്ച് തെളിയുന്നു. ഹല്ലേലൂയ. ദൈവം സ്നേഹമുള്ളവനാണ്. ഹല്ലേലൂയ. പക്ഷേ അവൻ വിശുദ്ധനും നീതിമാനുമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ സന്ദേശം ആമേൻ ഒരു ആശ്വാസം മാത്രമല്ല, ഒരു മുന്നറിയിപ്പും കൂടിയാണ്. ഹല്ലേലൂയ. ആമേൻ. ഒരു ശാസന മാത്രമല്ല, ആമേൻ, ഒരു രക്ഷയുടെ വിളിയാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ ബുക്ക് ഓഫ് എസ്കേൽ. ഹല്ലേലൂയ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ആമേൻ പരിശുദ്ധാത്മാവ് തന്നിലൂടെ ആമേൻ എഴുതപ്പെട്ടത് ആമേൻ ബാബിലോൺ പ്രവാസകാലത്ത് ഇസ്രായേൽ ജനങ്ങൾ ദേശം നഷ്ടപ്പെട്ടിട്ട് അടിമ ആയിരിക്കുന്ന ആ സാഹചര്യത്തിലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം അവരോട് ഇടപെട്ടപ്പോൾ ആമേൻ അവർ പറയുകയാണ്. ഹല്ലേലൂയ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം ആമേൻ അതിന്റെ 2-ാം വാക്യം. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചാട്ടെ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 2-ാം വാക്യം. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന്
അപ്പന്മാർ പച്ചമുന്തിരിയെ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്തെ ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത്? നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത്? ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, പിതാക്കന്മാർ പുളിച്ച മുന്തിരി തിന്നു. ഹല്ലേലൂയ. പുത്രന്മാരുടെ പല്ലുകൾ പുളിച്ചു. ആമേൻ. അവരുടെ വാദം എന്താ? പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ പൂർവികരുടെ പാപഫലമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ തലമുറകൾ ആമേൻ മിക്കവരും പറയുന്ന ഒരു ഡയലോഗാ. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ ഇന്ന് ഈ അനുഭവിക്കുന്ന കഷ്ടമുണ്ടല്ലോ, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതമുണ്ടല്ലോ, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രയാസമുണ്ടല്ലോ, ആമേൻ, പൂർവികരുടെ പാപഫലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ കുറ്റക്കാരല്ല, സാഹചര്യമാണ് കാരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞങ്ങൾ കുറ്റക്കാരല്ല, ആമേൻ, ഞങ്ങൾ വളർന്നു വന്ന സാഹചര്യം, ആമേൻ, ഞങ്ങളെ വളർത്തിയ സാഹചര്യം, ആമേൻ, ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ആകാൻ കാരണം അതാണ് എന്ന് ഹല്ലേലൂയ തലമുറ പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ കുറ്റക്കാരല്ല, ആമേൻ, സാഹചര്യമാണ് കാരണം. ആമേൻ. ദൈവം ഈ തെറ്റായ ധാരണയെ പൊളിച്ചെഴുതുകയാണ് ഇന്ന് രാത്രി. ആമേൻ. ഈ കാലഘട്ടങ്ങളിൽ തലമുറയുടെ അകത്ത് കടന്നുകൂടിയിരിക്കുന്ന ഇത്യാദി കാര്യങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പൊളിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം ഈ തെറ്റിദ്ധാരണയെ പൊളിച്ചെഴുതുന്നു. ആമേൻ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം, ആമേൻ, അതിന്റെ 4-ാം വാക്യം വായിക്കാം. ഹല്ലേലൂയ. സകല ദേഹികളും എനിക്കുള്ളവർ, സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്നു നീതിയും ന്യായം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ആത്മാക്കളും എന്റേതാകുന്നു. പാപം ചെയ്യുന്ന ആത്മാവാണ് എന്ത് ചെയ്യേണ്ടത്? മരിക്കേണ്ടത്. ഒരിക്കൽ കൂടെ വായിച്ചേ. സകല ദേഹികളും എനിക്കുള്ളവർ, എനിക്ക് ഉള്ളവർ. അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന ദേഹി എന്ത് ചെയ്യും? മരിക്കും. എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്നു ആമേൻ, നീതിമാനായിരുന്ന നീതിയും ന്യായം പ്രവർത്തിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ എല്ലാ ആത്മാക്കളും ആരുടേതാ? ആമേൻ, എന്റേതാകുന്നു. ആമേൻ. പാപം ചെയ്യുന്ന ആത്മാവാണ് എന്ത് ചെയ്യേണ്ടത്? മരിക്കേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. അതെ, ആത്മീയ പാരമ്പര്യം എന്തല്ല? രക്ഷയല്ല. ആമേൻ. കുടുംബ പശ്ചാത്തലം രക്ഷയല്ല. ആമേൻ. സഭ അംഗത്വം രക്ഷയല്ല. ആമേൻ. വ്യക്തിപരമായ അനുസരണവും ബന്ധവുമാണ് ഇവിടെ നിർണായകമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ കേൾക്കപ്പെടുന്ന വചനങ്ങൾ എത്ര പേർ ഹല്ലേലൂയ ഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. ആമേൻ. അതേ, ആത്മീയ പാരമ്പര്യം രക്ഷയല്ല. ആമേൻ. കുടുംബ പശ്ചാത്തലം രക്ഷയല്ല. സഭ അംഗത്വം രക്ഷയല്ല. വ്യക്തിപരമായ അനുസരണവും ബന്ധവുമാണ് ആമേൻ നിർണായകമായിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ആമേൻ പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ അഭിഷേകത്തിലൂടെ നൽകിയത് ഇങ്ങനെയാണ്. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ. അങ്ങനെ നമ്മിൽ ഓരോരുത്തനും ഹല്ലേലൂയ ദൈവത്തോട് ആമേൻ മുമ്പിൽ താന്താന്റെ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് വചനം തെളിവായി വളരെ വ്യക്തമായി ആമേൻ നമ്മോട് ഇടപെടുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ ഇന്ന് രാത്രി ആമേൻ അതെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഇത് ഭയപ്പെടുത്താനല്ല, ആമേൻ, അത് ഉണർത്താനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ചില
മാതാക്കളെ ഉണർത്തുവാൻ, ചില പിതാക്കളെ ഉണർത്താൻ, ചില തലമുറകളെ ഉണർത്തുവാൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുകയാണ്. ആമേൻ. തെറ്റായ ചിന്താഗതിയുടെ ആമേൻ ഹല്ലേലൂയ വെളിപ്പെടുത്തലുകളാണ് ആമേൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിലൂടെ ആമേൻ നമുക്ക് നൽകി തരുന്നത്. ആമേൻ. 18-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാ: പിതാക്കന്മാർ പുളിച്ച മുന്തിരി തിന്നു, ഹല്ലേലൂയ, പുത്രന്മാരുടെ പല്ലുകൾ പുളിച്ചു. ആമേൻ. ഇതൊരു പഴമൊഴിയാണ് അല്ലേ? അതിന്റെ അർത്ഥം ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഞങ്ങളുടെ തെറ്റല്ല, പൂർവികരുടെ തെറ്റാണ്. ആമേൻ. ഇതൊരു ഉത്തരവാദിത്വം ഒഴിവാക്കുന്ന തത്വമാണ്. ഹല്ലേലൂയ. ആമേൻ. തലമുറകൾ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറുവാനായിട്ട് ഹല്ലേലൂയ ആമേൻ അതെ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഞങ്ങളുടെ തെറ്റല്ല, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് പൂർവികരുടെ തെറ്റാണെന്ന്. ഹല്ലേലൂയ. ഇത് ഒരു ഉത്തരവാദിത്വം ഒഴിവാക്കുന്ന തത്വമാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഇതിന്റെ ആധുനിക രൂപം എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ നമ്മോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്റെ കുടുംബം ആമേൻ ഇങ്ങനെ ആകാൻ കാരണം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ എന്റെ സാഹചര്യങ്ങൾ ഹല്ലേലൂയ കാരണമാണ്. ഹല്ലേലൂയ. എനിക്ക് അവസരം ലഭിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഈ ചിന്താഗതിയെ അംഗീകരിക്കുന്നില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആമേൻ തിരുത്തൽ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിലൂടെയാണ് എന്ന് വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് 18-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. എല്ലാ ആത്മാക്കളും എന്റേതാകുന്നു, പാപം ചെയ്യുന്ന ആത്മാവാണ് മരിക്കേണ്ടത്. ഇവിടെ 3 ഗൗരവമായ ആമേൻ കാര്യങ്ങൾ അല്ലെങ്കിൽ സത്യങ്ങൾ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഒന്ന്, എല്ലാ ആത്മാക്കളും ആമേൻ എന്റേതാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവനും ശ്വാസവും ദൈവത്തിന്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഏതെങ്കിലും കുടുംബത്തിന്റേതല്ല. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും സമൂഹത്തിന്റേതല്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റേതാണ്. ആമേൻ. ഇന്ന് രാത്രി ഈ സത്യം അറിയുന്നവർ സ്വതന്ത്രരാകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാ ആത്മാക്കളും എന്റേതാകുന്നു. നമ്മുടെ ജീവനും ശ്വാസവും ദൈവത്തിന്റെ കയ്യിലാണ്. ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ കയ്യിലല്ല, ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ കയ്യിലല്ല, അത് ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 24:1 ആമേൻ ഭൂമിയും അതിലുള്ള സമസ്തവും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. വായിച്ചാട്ട് സങ്കീർത്തനം 24:1. ഹല്ലേലൂയ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഭൂതലവും അതിന്റെ നിവാസവും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഭൂമിയും അതിലുള്ള സമസ്തവും ആർക്കുള്ളതാ? യഹോവയ്ക്കുള്ളതാ. ഹല്ലേലൂയ. ആമേൻ. 2, പാപം ചെയ്യുന്ന ആത്മാവാണ് മരിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവം കൂട്ടത്തോടൊപ്പം വിധി പറയുന്നില്ല. ഹല്ലേലൂയ. കുടുംബത്തിൽ ആരെങ്കിലും പാപം ചെയ്താൽ ആ വ്യക്തി മുഖാന്തരം ആ കുടുംബത്തിലുള്ള എല്ലാവരും ആമേൻ നശിക്കണമെന്ന് ആമേൻ ദൈവം പറയുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. കൂട്ടത്തോടൊപ്പം വിധി പറയുന്നില്ല, വ്യക്തിപരമായി വിലയിരുത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. പുതിയ നിയമസഭയിൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച ആമേൻ സഭയുടെ അംഗങ്ങളായിരിക്കുന്നവരോട് ആമേൻ പരിശുദ്ധാത്മാവ് തന്റെ അഭിഷേകനിലൂടെ ലേഖനം എഴുതിയപ്പോ ഇങ്ങനെ പറഞ്ഞത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ആമേൻ. ഓരോരുത്തരും താന്താന്റെ ചുമട് വഹിക്കേണ്ടി വരും. ഓരോരുത്തരും താന്താന്റെ ചുമട് ചുമക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 3-ാമതായി ആമേൻ ആത്മീയ പാരമ്പര്യം രക്ഷയല്ല. ആമേൻ. ഭക്തനായ അച്ഛൻ. ഹല്ലേലൂയ. ആമേൻ. ഭക്തനായ ഒരു പിതാവ്. ഹല്ലേലൂയ. ഒരപ്പൻ. ആമേൻ. രക്ഷ ഉറപ്പിക്കില്ല. ഹല്ലേലൂയ. രക്ഷ ഉറപ്പാക്കില്ല. ആമേൻ. വിശുദ്ധമായ ആമേൻ കുടുംബ പശ്ചാത്തലം ആമേൻ രക്ഷ ഉറപ്പാക്കില്ല. ആമേൻ. സഭ അംഗത്വം മാത്രം രക്ഷയല്ല.
ആമേൻ. രക്ഷ വ്യക്തിപരമായ അനുസരണവും ജീവനുള്ള ബന്ധവുമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്? ആമേൻ. കുടുംബത്തിൽ അപ്പൻ ആമേൻ വിശുദ്ധനായതുകൊണ്ട്, അപ്പൻ ആമേൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, ആമേൻ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ആമേൻ ജനിച്ചതായതുകൊണ്ടോ ആമേൻ രക്ഷയില്ലെന്ന്. ആമേൻ. രക്ഷ വ്യക്തിപരമാ. ഹല്ലേലൂയ. ആമേൻ. ആ രക്ഷ വ്യക്തിപരമായതുകൊണ്ട് ആമേൻ അനുസരണവും ആമേൻ ജീവനുള്ള ബന്ധവും ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ റോമാലേഖനം ആമേൻ 14-ാം അധ്യായം ആമേൻ 12-ാം വാക്യത്തിലൂടെ ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത സന്ദേശം ഇതാണ്. ഹല്ലേലൂയ. റോമാലേഖനം 14-ാം അധ്യായം 12-ാം വാക്യം. ആമേൻ. ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മിൽ ഓരോരുത്തരും ആമേൻ ദൈവത്തിന് താന്താന്റെ കണക്ക് കൊടുക്കേണ്ടി വരും. ആമേൻ. ഇത് ഭീഷണിയല്ല, ജാഗ്രതയാണ്. ആമേൻ. ദൈവം ചോദിക്കുന്നത് നിന്റെ അച്ഛൻ എന്തു ചെയ്തു? ആമേൻ. നിന്റെ അമ്മ എന്തു ചെയ്തു? നിന്റെ അപ്പൻ എന്തു ചെയ്തു? നിന്റെ ഭാര്യ എന്തു ചെയ്തു? നിന്റെ ഭർത്താവ് എന്തു ചെയ്തു? നിന്റെ മക്കൾ എന്തു ചെയ്തു? ഹല്ലേലൂയ. എന്നല്ല ആമേൻ. നിന്റെ സഭ എന്തു ചെയ്തു എന്നല്ല, ആമേൻ നീ എന്തു ചെയ്തു? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന സഭയോട് ആമേൻ ഒന്ന് ആത്മപരിശോധന നടത്താൻ പറ്റുമോ? ഒന്ന് സ്വയം ഒന്ന് ശോധന ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്റെ ജീവിതത്തിലെ പിഴവുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നും ഉണർവിന്റെ പ്രസംഗം കേൾക്കുന്നു, എന്നും വിടുതലിന്റെ സന്ദേശം കേൾക്കുന്നു. ആമേൻ. എന്നും ഉപവസിക്കുന്നു, എന്നും പ്രാർത്ഥിക്കുന്നു, എന്നും ആമേൻ സ്തോത്ര കാഴ്ച കൊടുക്കുന്നു, ദശാംശം കൊടുക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വയം ഒന്ന് പരിശോധിക്കാമോ? ഞാൻ എന്റെ ജീവിതത്തിലെ പിഴവുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ സാഹചര്യങ്ങൾ എന്ന മറവിൽ ആത്മീയ അനാസ്ഥ മറച്ചു വെക്കുന്നുണ്ടോ? ഞാൻ വ്യക്തിപരമായി ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുന്നുണ്ടോ? ആ ആത്മാവിൽ ഞാൻ ജീവിക്കുന്നുണ്ടോ? ദൈവം പറയുന്നു, നിന്റെ ജീവിതം നിന്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന് രാത്രി ഇത് ഭയപ്പെടുത്താനല്ല കേട്ടോ, ഉണർന്നതാണ്. മുന്നറിയിപ്പല്ല, ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമാണ്. ആമേൻ. ഹല്ലേലൂയ. അതിനാൽ ഇന്നത്തെ ഈ നിമിഷം ഒരു തീരുമാന നിമിഷമാകട്ടെ. പാരമ്പര്യത്തെ ആശ്രയിക്കാതെ വ്യക്തിപരമായി ദൈവത്തോട് അടുക്കുന്ന രാത്രിയാകട്ടെ. ഹല്ലേലൂയ. വ്യക്തിപരമായി പ്രാർത്ഥനയിൽ ഉണരുന്ന രാത്രിയാകട്ടെ. വ്യക്തിപരമായി ദൈവവുമായി ആമേൻ സമയം വേർതിരിച്ചിരുന്ന ആമേൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദിനങ്ങളാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയം ആമേൻ ഹല്ലേലൂയ നമ്മുടെ രക്ഷയെ കുറിച്ചാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം ആമേൻ 18-ാം അധ്യായം 23-ാം വാക്യം. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികൾ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ? ശ്രദ്ധിക്കണമേ, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമുണ്ടോ? രാത്രി വീണ്ടും ദൈവം ആമേൻ തന്റെ ഹൃദയം ആമേൻ നമ്മോട് പങ്കുവെക്കുകയാണ്. ആമേൻ, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമുണ്ടോ? ആമേൻ. ഇതൊരു ചോദ്യം മാത്രമല്ല, ദൈവത്തിന്റെ ഹൃദയ വേദനയാണ്. നമ്മൾ നമ്മുടെ
ജീവിത പങ്കാളിയോട്, നമ്മുടെ മക്കളോട് ആമേൻ നമ്മുടെ ഉള്ളു തുറന്ന് നാം സംസാരിക്കുന്നത് പോലെ സ്വർഗീയ അപ്പൻ ഇന്ന് രാത്രി തന്റെ മക്കളോട് ഹൃദയം തുറന്ന് സംസാരിക്കുകയാണ്. ആമേൻ. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമുണ്ടോ? ഹല്ലേലൂയ. ഒരു ചോദ്യം മാത്രമല്ല, ദൈവത്തിന്റെ ഹൃദയവേദനയാണ്. ദൈവം ശിക്ഷയിൽ സന്തോഷിക്കുന്നില്ല, അവൻ മാറ്റത്തിൽ സന്തോഷിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ശിക്ഷിക്കപ്പെടുന്നത് ആമേൻ കാണുന്നതിലല്ല ദൈവത്തിന് സന്തോഷം. ആമേൻ. നീ അനുഭവിച്ച് മടങ്ങി വരുന്നതിലാണ് ദൈവം സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചു. മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല, മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആമേൻ. ഞാൻ ആരുടെയും മരണത്തിൽ പ്രസാദിക്കുന്നില്ല. ആമേൻ. വായിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഞാൻ ആരുടെയും മരണത്തിൽ പ്രസാദിക്കുന്നില്ല. തിരിഞ്ഞു വരുവിൻ, ജീവിപ്പിൻ. ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ തക്കവണ്ണം നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന വചനത്തിന്റെ ആമേൻ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി ആമേൻ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകണം. ഹല്ലേലൂയ. ആമേൻ. തിരിഞ്ഞു വരിക. ഹല്ലേലൂയ. ആമേൻ. repentance. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, ആ ദിശ മാറ്റം, മനസ്സ് മാറ്റം, ആമേൻ, ജീവിത പാത മാറ്റം എന്നൊക്കെ പറയാം. ഹല്ലേലൂയ. ആമേൻ. അതെ, പത്രോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ ആരും നശിക്കാതെ എല്ലാവരും മനസ്സാന്തരപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു, കർത്താവ് ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. ഒന്നാമനായി ആമേൻ കർത്താവിനെ അനുഗമിക്കുവാൻ ഇറങ്ങിത്തിരിച്ച പത്രോസിനെ തകർക്കുവാൻ ആമേൻ പലവട്ടം ആമേൻ അവനെ പാറ്റിക്കളയുവാൻ നോക്കിയ ആമേൻ പിശാചിന്റെ കരവലയത്തിനകത്ത് അകപ്പെട്ട് തകർന്നു പോകാതെ അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ച ദൈവം, അവനെ ആ ദൈവിക ശുശ്രൂഷയിലേക്ക് കൈപിടിച്ചുയർത്തിയ ദൈവം പിൻകാലത്ത് ദൈവസഭയ്ക്ക് ആമേൻ തന്നിലൂടെ ലേഖനം എഴുതിയപ്പോൾ ആത്മാവിന്റെ നിയോഗത്തോടെ ദൈവസഭയിലായിരിക്കുന്നവരോട് പറയുകയാണ്. വായിച്ചാട്ടെ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ദീർഘക്ഷമ കാണിക്കുന്ന കർത്താവ്, ആമേൻ നീ ആമേൻ തകർന്നു പോകാതിരിക്കുന്നത്, ആമേൻ നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത്, ഹല്ലേലൂയ, അവൻ കരുണാമയനായതുകൊണ്ട്, അവൻ കരുണ കാണിക്കുന്നവനായതുകൊണ്ട് ആരും നശിക്കാതെ എല്ലാവരും മനസ്സാന്തരപ്പെടുവാൻ കർത്താവ് ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം കീറുക വസ്ത്രം അല്ല, അവൻ കരുണയും കൃപയും ഉള്ളവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ എത്ര പേർ തങ്ങളെ തന്നെ വിധേയപ്പെടുത്തും? ഹല്ലേലൂയ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം ആമേൻ 13-ാം വാക്യം. ഹല്ലേലൂയ. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ദൈവം വിധിക്കുന്നതിന് മുമ്പ് വിളിക്കുന്നു. ഹല്ലേലൂയ. അതേ, ശിക്ഷിക്കുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ആമേൻ. വീഴ്ചയ്ക്ക് മുമ്പ് വഴിത്തിരിവ് നൽകുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ലൈവിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആമേൻ. ദൈവം നിന്നെ തള്ളുന്നില്ല, അവൻ നിന്നെ വിളിക്കുന്നു, അവൻ നിന്നെ
ഉപേക്ഷിക്കുന്നില്ല. ഇന്ന് രാത്രി അവൻ നിന്നെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി അനുദപിക്കുവാൻ തയ്യാറാണെങ്കിൽ, തന്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് കരുണ കാണിക്കുന്ന കരുണാമയനായ ദൈവം, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ ഹൃദയം, ആമേൻ, അതെ, ഇന്ന് രാത്രി, ആമേൻ, നിന്റെ രക്ഷയാണ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നിന്റെ ജീവിതത്തെ കുറിച്ച്, ആമേൻ, വ്യക്തമായ ധാരണയുള്ള ദൈവം ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അതല്ലേ, ആമേൻ, 18-ാം അധ്യായം എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18:23 ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമുണ്ടോ, ആമേൻ, എന്ന് യഹോവയായ കർത്താവ്, ആമേൻ, അരുളി ചെയ്യുന്നു. അവൻ തന്റെ വഴികളിൽ നിന്ന് തിരിഞ്ഞ്, ആമേൻ, ജീവിക്കണമെന്നല്ലയോ എന്റെ പ്രസാദം. ഹല്ലേലൂയ. ഇതൊരു ദൈവിക പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവം, ആമേൻ, വിധികർത്താവായി സംസാരിക്കുന്നില്ല, ആമേൻ, ഒരു പിതാവായി സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ നിന്നെ വിധിക്കുന്നവനല്ല, അവൻ നിന്നെ കുറ്റം പറഞ്ഞു ഒതുക്കുന്നവനല്ല. ഒരു പിതാവ് സംസാരിക്കുന്നത് പോലെ, ആമേൻ, എനിക്ക് പ്രസാദമുണ്ടോ? ഹല്ലേലൂയ. ആമേൻ, എനിക്ക് പ്രസാദമുണ്ടോ? ആമേൻ, ഈ ചോദ്യം ദൈവത്തിന്റെ ഹൃദയം തുറക്കുന്നു. പ്രിയരെ, ആമേൻ, ദൈവം പാപത്തെ വെറുക്കുന്നു, പക്ഷെ പാപിയെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, വഴി മാറ്റമാണ്, ആമേൻ, ജീവന പുനഃസ്ഥാപനമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ തുറന്ന ക്ഷണം ആര് സ്വീകരിക്കും? ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആരുടെയും മരണത്തിൽ പ്രസാദിക്കുന്നില്ല. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിലൂടെ ഇന്ന് രാത്രി വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ്. ആമേൻ, തിരിഞ്ഞു വരുവീൻ, ജീവിപ്പീൻ. ഹല്ലേലൂയ. ഇവിടെ ദൈവം 2 കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു. പ്രിയരെ, ഹല്ലേലൂയ, ഞാൻ ആരുടെയും മരണത്തിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ഞാൻ ആരുടെയും മരണത്തിൽ സന്തോഷിക്കുന്ന ദൈവമല്ല. ദൈവത്തിന്റെ സ്വഭാവം കരുണയാണ്. തിരിഞ്ഞു വരുവീൻ, ജീവിപ്പീൻ. ഹല്ലേലൂയ. ആരും മരിച്ചു കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ആരും തകർന്നു കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി കരുണാമയനായ കർത്താവിന്റെ കരങ്ങളിൽ, ആമേൻ, ജീവനോടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി, ഹല്ലേലൂയ, ആമേൻ, അതെ, 2 കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു. ഞാൻ ആരുടെയും മരണത്തിൽ പ്രസാദിക്കുന്നില്ല, ഞാൻ ആരുടെയും മരണത്തിൽ സന്തോഷിക്കുന്നില്ല. ആമേൻ, ദൈവത്തിന്റെ സ്വഭാവം കരുണയാണ്. തിരിഞ്ഞു വരുവീൻ, ജീവിപ്പീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആജ്ഞ ജീവൻ നൽകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വിധിക്കുന്നതിന് മുമ്പ് വിളിക്കുന്നു. ഹല്ലേലൂയ. അതേ, ശിക്ഷിക്കുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് നൽകുന്നു. പ്രിയരെ, ഹല്ലേലൂയ. അവസാനം, ആമേൻ, പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവസരം നൽകുന്നു. ഹല്ലേലൂയ. തിരിഞ്ഞു വരിക. ഇന്ന് രാത്രി ആ ശബ്ദം ആര് കാതോർക്കുന്നുണ്ട്? ആമേൻ, ഒരു വിധികർത്താവായിട്ടല്ല, ഒരു നല്ല പിതാവായി, ഒരു നല്ല അപ്പനായി ഇന്ന് രാത്രി അവൻ നമ്മോട് ഇടപെടുകയാണ്. തിരിഞ്ഞു വരിക. ആമേൻ. തിരിഞ്ഞു വരിക എന്ന പദത്തിന്റെ ആത്മീയാണ്, ആമേൻ, പുതിയ നിയമത്തിൽ, ആമേൻ, നമുക്ക് കാണുവാൻ കഴിയുന്നത് മനസ്സാന്തരം എന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, മനസ്സാന്തരം എന്ന പദം, ആമേൻ, ഗ്രീക്കിൽ, ആമേൻ, അതെ, മെറ്റോനായ, ആമേൻ, എന്നാണ്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം, ആമേൻ, മനസ്സിന്റെ, ഹല്ലേലൂയ, ദിശ മാറ്റം. ഹല്ലേലൂയ. അതെ, ഉള്ളിലെ ചിന്താഗതിയുടെ മാറ്റം. ആമേൻ, ജീവിത പാതയുടെ തിരുത്തൽ. ഇതൊരു വികാരമല്ല കേട്ടോ. ആമേൻ, ഇതൊരു തീരുമാനമാണ്. ഇതൊരു കണ്ണുനീരിന്റെ നിമിഷമല്ല. ആമേൻ, ഇത് ഒരു ദിശമാറ്റ നിമിഷമാണ്. ഇന്ന് രാത്രി അപ്രകാരം, ആമേൻ, ഒരു ഉറപ്പ്, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാനിടയാകണം. ഹല്ലേലൂയ. ആമേൻ. അതേ, അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ദൈവസഭയ്ക്ക്, ആമേൻ, ലേഖനം എഴുതിയപ്പോ, ആമേൻ, വായിച്ചല്ലോ. ആമേൻ, 2 ആമേൻ പീറ്റർ, ആമേൻ, 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ, ആരും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ആരും നശിക്കാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ കർത്താവ് ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ക്ഷമയും ദീർഘക്ഷമയും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ദൈവം എന്തുകൊണ്ട് ഉടൻ വിധിക്കുന്നില്ല? ഹല്ലേലൂയ. ചില
ചിലരുടെ ആമേൻ പ്രവർത്തനങ്ങളും ചിലരുടെ ഇടപാടുകളും ആമേൻ ചിലരുടെ ജീവിതവും ഒക്കെ കണ്ടിട്ട് നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സമകാലിക ആമേൻ സോഷ്യൽ മീഡിയയിലുള്ള ഓരോ ചർച്ചകളും ഓരോ വിഷയങ്ങളും നാം കാണുമ്പോൾ ദൈവം എന്തുകൊണ്ട് ഉടൻ വിധിക്കുന്നില്ല എന്ന് നാം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഉത്തരം എന്താണെന്നറിയോ? അവൻ കാത്തിരിക്കുന്നു, അവൻ അവസരം നൽകുന്നു. അവൻ തിരിഞ്ഞു വരവിനായി വാതിൽ തുറന്നിരിക്കുന്നു. ഇന്ന് രാത്രി ആരും നശിച്ചു കാണുവാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. അതെ, ഹൃദയത്തെ ലക്ഷ്യമിടുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. ആമേൻ. അതുകൊണ്ട് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കീറുക വസ്ത്രമല്ല, അവൻ കരുണയും കൃപയും ഉള്ള ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമത്തിൽ ആമേൻ ദുഃഖത്തിന്റെ അടയാളമായി വസ്ത്രം കീറുമായിരുന്നു. ഹല്ലേലൂയ. പഴയ നിയമ പുസ്തകം നാം വായിച്ചാൽ നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷെ ദൈവം പറയുന്നു, ആമേൻ, പുറമേയുള്ള പ്രകടനം വേണ്ട, ഉള്ളിലെ മാറ്റം വേണം. ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്താ? ഇന്നത്തെ തലമുറകൾ ചെയ്യുന്നതെന്താ? പുറമേ ആരാധന, പുറമേ പ്രാർത്ഥന, പുറമേ ഭക്തി. പക്ഷെ ദൈവം ചോദിക്കുന്നത് നിന്റെ ഹൃദയം എവിടെയാണ്? ദൈവത്തിന്റെ ഹൃദയത്തിന്റെ 3 ആമേൻ മുഖങ്ങൾ ആമേൻ നമുക്ക് കാണുവാൻ കഴിഞ്ഞല്ലോ. ഒന്ന് കരുണയാണ്. ഹല്ലേലൂയ. ദൈവം ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: യഹോവയുടെ കരുണകൾ നശിച്ചു പോയിട്ടില്ല. നന്ദി കർത്താവേ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. 2 ആമേൻ ക്ഷമ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, അവൻ പാപം ഓർക്കാതെ വിടാൻ തയ്യാറാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആമേൻ 55-ാം അധ്യായം 7-ാം വാക്യം. ഹല്ലേലൂയ. വേഗത്തിൽ എടുത്ത് വായിച്ചു. ദുഷ്ടൻ തന്റെ വഴിയെയും നീതിമാൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ. അവൻ ധാരാളം ക്ഷമിക്കും. ഹല്ലേലൂയ. ദുഷ്ടൻ തന്റെ വഴി എന്ത് ചെയ്യണം? വിടണം. ആമേൻ. ദുഷ്ടൻ വഴി വിടുന്നതോടൊപ്പം തന്നെ ദുഷ്ടൻ തന്റെ വഴിയെയും തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് എങ്ങനെ? നീതി കെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ചും യഹോവയിലേക്ക് തിരിയട്ടെ. കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന്. അപ്പൊ ഈ വിചാരപ്പെട്ടിരിക്കുന്നവൻ നീതികേട് ചെയ്യുവാൻ ഇടയാകും. അവൻ നീതി കെട്ടവനാകും. ആമേൻ. അതുകൊണ്ടാ പറയുന്നത്, ആമേൻ, നീതി കെട്ടവൻ തന്റെ വിചാരങ്ങളെയും വിട്ട്.
ഹല്ലേലൂയ. യഹോവയിലേക്ക് മടങ്ങട്ടെ. അവൻ കരുണ കാണിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ദൈവം വെറും ക്ഷമിക്കുന്നില്ല. ആമേൻ. വെറുതെ ക്ഷമിക്കുന്നവനല്ല. ആമേൻ. അവൻ പുനഃസ്ഥാപിക്കുന്നവനാണ്. അവൻ പുതുക്കുന്നവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ സങ്കീർത്തനക്കാരനായ ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എഴുതിയത് 51 സങ്കീർത്തനം 12 വാക്യം. ഹല്ലേലൂയ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ. ഹല്ലേലൂയ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ഹല്ലേലൂയ. ഇന്നത്തെ ലൈവിൽ ആമേൻ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ ഇന്ന് രാത്രി ആമേൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ ദൈവത്തിൽ നിന്നും ആമേൻ ദൂരെ ആയിരിക്കാം. ആമേൻ. ഒരുപക്ഷേ നീ ഏതെങ്കിലും മേഖലയിൽ വീണ് പോയിരിക്കാം. ഹല്ലേലൂയ. നീ ആത്മീയമായി തണുത്തു പോയിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഈ വചനം പറയുന്നു, ദൈവം നിന്നെ ആമേൻ ഉപേക്ഷിക്കുന്നില്ല. ദൈവം നിന്നെ കൈവിടുന്നില്ല. ദൈവം നിന്നെ തള്ളുന്നില്ല. അവൻ നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഇത് കുറ്റബോധത്തിനുള്ള സന്ദേശമല്ല. ആമേൻ. ഇത് ഹല്ലേലൂയ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുന്ന, നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന, ആമേൻ, ഇത് നിന്നെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്ന ക്ഷണത്തിനുള്ള സന്ദേശമാണ്. ദൈവം പറയുന്നു, മരണത്തിനല്ല ജീവിതത്തിൽ ആമേൻ അതെ ജീവിക്കുന്നതിൽ ആമേൻ നിത്യജീവൻ അവകാശിയാകുന്നതിൽ ഞാൻ പ്രസാദിക്കുന്നു. ആമേൻ. ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ നിത്യ മരണത്തിൽ അവസാനിക്കുന്നതിലല്ല എനിക്ക് സന്തോഷം. ആമേൻ. അവൻ നിത്യജീവിതത്തിൽ ആമേൻ ജീവിക്കുന്നത് കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. നീ തിരിഞ്ഞു വരൂ, ഞാൻ സ്വീകരിക്കും. ഹല്ലേലൂയ. നീ മാറി ചിന്തിക്കൂ, ഞാൻ നിന്നെ പുതുക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചനം ആമേൻ അതെ ഇന്ന് രാത്രി ആവേശത്തിന്റെ വചനമല്ല. ആമേൻ. ഇന്ന് രാത്രി ഈ വചനം ആമേൻ നിന്നെ വിമർശനത്തിലേക്ക് ആമേൻ വിധിച്ച് ഇരുത്തുന്ന ആമേൻ സന്ദേശമല്ല. ആമേൻ നിന്നെ ഒതുക്കുന്ന സന്ദേശമല്ല. ആമേൻ നീ ആമേൻ മനം തിരിഞ്ഞ് ആമേൻ മാനസാന്തരപ്പെട്ട ദൈവത്തോട് അടുത്തു വരുവാൻ ആമേൻ ഇന്ന് രാത്രി നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന സന്ദേശമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ ആമേൻ നിമിഷം ആമേൻ ഹല്ലേലൂയ ഒരു വഴിത്തിരിവാകട്ടെ. ഹല്ലേലൂയ. ശിക്ഷയുടെ പേടിയിലല്ല, സ്നേഹത്തിന്റെ ആകർഷണത്തിൽ തിരിഞ്ഞു വരിക. കാരണം ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹൃദയം എന്ന് പറയുന്നു, തിരിഞ്ഞു വരുവീൻ, തിരിഞ്ഞു വരുവീൻ, ജീവിപ്പീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 18-ാം അധ്യായം 24-ാം വാക്യം നാം ഇങ്ങനെ വായിച്ചത്, നീതിമാൻ തന്റെ നീതി വിട്ട് തിരിഞ്ഞ് ആമേൻ അന്യായം ചെയ്ത് ദുഷ്ടന്റെ അകൃത്യങ്ങൾ അനുസരിച്ചാൽ അവൻ ചെയ്ത നീതിയൊന്നും ഓർക്കപ്പെടുകയില്ല. ഇവിടെ ദൈവം ഒരു ഗൗരവമായ ആത്മീയ സത്യമാണ് വെളിപ്പെടുത്തുന്നത്. ആരംഭം മാത്രം നന്നായ പോരാ. ആമേൻ. ആരംഭം മാത്രം പോരാ. ആമേൻ. അത് അവസാനം വരെയും ആമേൻ നിലനിൽക്കുന്നതായിരിക്കണം. ആമേൻ. അതേ സ്ഥിരതയുള്ളത് ആയിരിക്കണം. ആമേൻ. സ്ഥിരത ആവശ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ മുൻകാല ജീവിതത്തിലെ നീതി മാത്രം പോരാ. മുൻകാല പ്രാർത്ഥനകൾ മാത്രം പോരാ. മുൻകാല ഉപവാസങ്ങൾ മാത്രം പോരാ. മുൻകാല ആത്മീയ അനുഭവങ്ങൾ മാത്രം പോരാ. ഇവയെല്ലാം അനുഗ്രഹങ്ങളാണ്. പക്ഷേ അവ ഇന്നത്തെ അനുസരണത്തിന് പകരമാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഉപവാസം ഉണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു, ശുശ്രൂഷയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആമേൻ ഈ വചനം അനുസരിക്കാറുണ്ടോ? ഈ വചനം അംഗീകരിക്കാറുണ്ടോ? ഇന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഇന്ന് ഉപവസിക്കാറുണ്ടോ? ഇന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനായിരിക്കുന്നു? ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം 24:13 ആമേൻ ഇങ്ങനെ കർത്താവ് പറഞ്ഞു, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ഇവിടെ സഹിച്ചു നിൽക്കുക എന്നത് തുടർച്ചയായ വിശ്വസ്തതയാണ്. ഹല്ലേലൂയ. ആമേൻ. രക്ഷ ഒരു ഓട്ടമാണ്. ആമേൻ. ഒരു നിമിഷമല്ല. ഹല്ലേലൂയ.
ആമേൻ അതേ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം ആമേൻ 9-ാം അധ്യായം ആമേൻ 27-ാം വാക്യം ആമേൻ ഇങ്ങനെ ആമേൻ അതേ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ ആമേൻ തള്ളപ്പെടാതിരിക്കേണ്ടതിന് അപ്പോസ്തലൻ പൗലോസ് ഹല്ലേലൂയ ആമേൻ അതേ തന്റെ ജീവിതാനുഭവത്തെ കുറിച്ച് ആമേൻ ദൈവസഭയ്ക്ക് എഴുതുകയാ. വായിച്ചാട്ട് ഹല്ലേലൂയ കൊരിന്ത്യർക്ക് എഴുതിയ ആമേൻ 1-ാം ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ട്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. ആമേൻ പൗലോസ് പോലും ആത്മീയ ജാഗ്രത പാലിച്ചു എന്ന വചനം പറയുന്നത്. ആമേൻ അവൻ പറഞ്ഞു ഞാൻ തന്നെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അതായത് ആത്മീയ ജീവിതം ദിനം പ്രതി ശാസനയും ജാഗ്രതയും ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. ആമേൻ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ആമേൻ ആത്മീയ മാറ്റം ആമേൻ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10-ാം അധ്യായം ആമേൻ അതിന്റെ 38-ാം വാക്യത്തിൽ ആമേൻ ഇങ്ങനെ വായിക്കുന്നു, പിന്മാറുന്നവനിൽ ആമേൻ എനിക്ക് പ്രസാദമില്ല. ഹല്ലേലൂയ. വായിച്ചാട്ട വേഗത്തിൽ. ആമേൻ ജീസസ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10:38. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. ഹല്ലേലൂയ. നോക്കിക്കേ, പിന്മാറുന്നവനിൽ ആമേൻ എനിക്ക് പ്രസാദമില്ല. ആമേൻ വിശ്വാസി ഒരിക്കലും വീഴില്ല എന്ന ആശയം ബൈബിൾ പഠിപ്പിക്കുന്നില്ല. മറിച്ച് ജാഗ്രത ആവശ്യമാണ് എന്ന് പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ ബുക്ക് ഓഫ് റെവലേഷൻ ആമേൻ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ആമേൻ നീ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഹല്ലേലൂയ. വായിച്ചാട്ട്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. അതേ നീ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ആമേൻ. സഭ പ്രവർത്തിച്ചു, സഭ സേവിച്ചു, പക്ഷെ സ്നേഹം നഷ്ടപ്പെട്ടു. ആമേൻ. ഇന്നും ഇതേ പ്രശ്നം സഭയിൽ ഹല്ലേലൂയ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നും ഇതേ പ്രശ്നം സഭയിൽ സാന്നിധ്യം ആമേൻ ഇതേ വിഷയമുണ്ട്. ആരാധനയിൽ കൈ ഉയരുന്നു, പക്ഷെ ഹൃദയം ദൂരെയായി. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആമേൻ 29 ആമേൻ 13 ആമേൻ ഇങ്ങനെ വായിക്കുന്നു, ഈ ജനം അധരം കൊണ്ട് എന്നെ ആദരിക്കുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ട്. ഈ ജനം അടുത്തു വന്ന് വായ കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എന്നിൽ നിന്ന് ദൂരത്ത് അകറ്റിയിരിക്കുന്നു. നോക്കിക്കേ, ആമേൻ. ഈ ജനം വായാൽ എന്നെ ആദരിക്കുന്നു, അവരുടെ ഹൃദയം എന്നിൽ നിന്നും ബഹുദൂരത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. പുറമേയുള്ള ഭക്തി പുറമേയുള്ള ഭക്തി അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഉള്ളിലെ ബന്ധമാണ് ആമേൻ നിർണായകമായിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവൻ ചെയ്ത നീതിയൊന്നും ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവം ഭാഗികമായി ആമേൻ വിധിക്കുന്നില്ല കേട്ടോ, വിധി പറയുന്നില്ല കേട്ടോ. അവൻ ചെയ്ത നീതിയൊന്നും ഓർമ്മിപ്പിക്കപ്പെടുകയില്ല, അവൻ ചെയ്ത നീതിയൊന്നും ഓർക്കപ്പെടുകയില്ല. ഇത് പറയുന്നത് ജീവിതം ഒരു തുടർച്ചയായ ബന്ധമാണ്. ആമേൻ. ഒരു ദിവസത്തെ അനുസരണം ആമേൻ പോരാ. ഹല്ലേലൂയ. ഒരു ആത്മീയ അനുഭവം ആമേൻ പോരാ. ആമേൻ. ഒരു പ്രാർത്ഥന ക്യാമ്പ് പോരാ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു, അനുദിനം തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. ഹല്ലേലൂയ. വായിച്ചാട്ട വേഗത്തിൽ. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട്
എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. പ്രതിദിനം തന്റെ ക്രൂശെടുത്ത് എന്നെ പിന്തുടരട്ടെ. ഹല്ലേലൂയ. അതെ, പ്രതിദിനം. ആമേൻ. അതാണ് രഹസ്യം. ഹല്ലേലൂയ. ആമേൻ. ദിവസേനയുള്ള സമർപ്പണം, ആമേൻ. ദിവസേനയുള്ള ആത്മപരിശോധന, ദിവസേനയുള്ള അനുസരണം. ആമേൻ. ഇന്ന് രാത്രി ആമേൻ. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ ആ രഹസ്യം, ഹല്ലേലൂയ, ആമേൻ, ആ സമർപ്പണം, ഹല്ലേലൂയ, ആ പരിശോധന, ആ അനുസരണം, ഹല്ലേലൂയ, ആമേൻ, ആത്മീയ ആമേൻ നിഗമനം ആരംഭിച്ചവൻ മാത്രമല്ല, അവസാനം വരെ നിലനിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. വീഴ്ച സാധ്യതയുണ്ട്, അതുകൊണ്ട് ജാഗ്രത വേണം. ആമേൻ. ദൈവം ഇന്നത്തെ ആമേൻ നിലപാടാണ് നോക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഈ സന്ദേശം ഭയപ്പെടുത്താനല്ല, ആമേൻ, സ്ഥിരതയിലേക്ക് നമ്മെ നയിക്കുവാനാണ്, നമ്മെ വിളിക്കുവാനാണ്. അതിനാൽ ഇന്നത്തെ തീരുമാനം, ആമേൻ, കർത്താവേ, മുൻകാല അനുഭവങ്ങളിൽ അല്ല, ആമേൻ, ഇന്നത്തെ അനുസരണത്തിൽ ഞാൻ ആമേൻ ജീവിക്കുവാൻ, ആമേൻ, ഞാൻ പ്രവർത്തിക്കുവാൻ, ആമേൻ, ഞാൻ നടക്കുവാൻ, ആമേൻ, ദിവസേന ക്രൂശെടുത്ത് ആമേൻ, ആമേൻ, നിന്നെ അനുഗമിക്കുവാൻ, ആമേൻ, അവിടുത്തെ കൃപ എന്റെ മേൽ പകരണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രേമം, ഇന്ന് നാം കാണുന്ന ആത്മീയ അപകടങ്ങൾ, ആമേൻ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ ആമേൻ എപ്പോഴും രക്ഷിക്കപ്പെട്ടവൻ എന്ന തെറ്റായ ആശ്വാസം, ആ പാപത്തിന്റെ ആ സാധാരണവൽക്കരണം, ആത്മീയ ആമേൻ അനാസ്ഥ, ആമേൻ, അതേ പുറമെ വിശുദ്ധി, ഉള്ളിൽ ശൂന്യത, ആമേൻ, ഇതാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അനേകരുടെ ജീവിതത്തിൽ പ്രകടമായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. ആമേൻ. ദൈവഭക്തിയുടെ പാപമുള്ളവരും അതിന്റെ ശക്തി നിഷേധിക്കുന്നവരും, ആമേൻ, ഹല്ലേലൂയ, ദൈവം ഇന്ന് ചോദിക്കുന്നു, ആമേൻ, വായിച്ചു, ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായി അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഹല്ലേലൂയ. ആമേൻ. അതേ, ഇന്ന് ദൈവം ചോദിക്കുന്നു, ആമേൻ, നിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ആമേൻ. നിന്റെ പ്രാർത്ഥന, ആമേൻ, എപ്രകാരമാണ്? ആമേൻ. നിന്റെ മനസാക്ഷി, ആമേൻ, എപ്രകാരമായിരിക്കുന്നു? ആമേൻ. നിന്റെ ആദ്യ സ്നേഹം എവിടെ? പ്രിയമുള്ളവരെ, ദൈവഭക്തിയുടെ പാപമുള്ളവരും അതിന്റെ ശക്തി നിഷേധിക്കുന്നവരും, ഇവിടെ പാപം എന്നത് പുറമേയുള്ള രൂപമാണ്. ശക്തി എന്ന് പറയുന്നത്, ആമേൻ, അതേ, ഉള്ളിലെ പരിവർത്തനം. അതായത് പുറമേ ക്രിസ്തീയത, ഉള്ളിൽ മാറ്റമില്ല. ഇത് ഇന്നത്തെ വലിയ ആത്മീയ അപകടമാണ്. ഇന്നത്തെ ആമേൻ ഈ കാലഘട്ടങ്ങളിൽ ആമേൻ ആത്മീയമായ 4 അപകടങ്ങളെ കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. തെറ്റായ ആത്മീയ സുരക്ഷാ ഭാവം, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എപ്പോഴും രക്ഷിക്കപ്പെട്ടവർ എന്ന ആശയം ചിലരെ ആത്മീയ ജാഗ്രതയിൽ നിന്ന് അകറ്റുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കേണ്ടതിന് സൂക്ഷിക്കട്ടെ. ആമേൻ. വായിച്ചാൽ, ആകയാൽ നാം നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. രക്ഷ ദൈവത്തിന്റെ കൃപയായി തന്നെയാണ്. പക്ഷേ ആമേൻ, വിശ്വാസ ജീവിതം ജാഗ്രതയും സ്ഥിരതയും ആവശ്യപ്പെടുന്നു. പ്രിയരെ, ഹല്ലേലൂയ. ആമേൻ. പാപത്തിന്റെ സാധാരണവൽക്കരണം, ഇന്ന് പാപം സാംസ്കാരികമായി മാറുന്നു. ആമേൻ. തെറ്റിനെ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണ് ആമേൻ ബുക്ക് ഓഫ് ആമേൻ ഏഷ്യ, ആമേൻ, ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ആമേൻ, ദോഷത്തെ നന്മയെന്ന് പറയുന്നവർക്കും അയ്യോ, തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ മാനദണ്ഡം മാറിയിട്ടില്ല. കാലം മാറിയാലും ദൈവത്തിന്റെ
വിശുദ്ധി മാറുന്നില്ല. ഹല്ലേലൂയ. ആത്മീയ അനാസ്ഥ പ്രാർത്ഥന ശിഥിലമാക്കുന്നു. ആമേൻ. വചന ധ്യാനം കുറഞ്ഞു. ആമേൻ. ഹൃദയം മന്ദമാകുന്നു. ആമേൻ. ബുക്ക് ഓഫ് റെവലേഷൻ, ആമേൻ, വെളിപ്പാട് പുസ്തകം 3:16. ആമേൻ. ഹല്ലേലൂയ. അത് വളരെ ശക്തമായി പ്രവചനാത്മാവിൽ യോഹന്നാനിലൂടെ ദൈവസഭയ്ക്ക് നൽകിയത് ഇങ്ങനെയാണ്. വായിച്ചാട്ട. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. എന്താ അതിന്റെ ശരിയായ അർത്ഥം? ആമേൻ. നീ തണുപ്പുള്ളവനോ ചൂടുള്ളവനോ അല്ല, ഇളം ചൂടുള്ളവനാകയാൽ ഞാൻ നിന്നെ വായിൽ നിന്ന് ഛർദ്ദിക്കും എന്ന. ആമേൻ. ദൈവം ഇളം ചൂട് ആത്മീയതയെ അംഗീകരിക്കുന്നില്ല. അവൻ ആവേശമുള്ള ജീവനുള്ള ബന്ധം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, പുറമേ വിശുദ്ധി, ഉള്ളിൽ ശൂന്യത. ആരാധനയിൽ സാന്നിധ്യമുണ്ട്, കൈ ഉയരുന്നു, പാടുന്നു, പക്ഷേ ഹൃദയം ദൈവത്തിൽ നിന്നും ബഹുദൂരത്തിലായിരിക്കുന്നു. അതുകൊണ്ടാണ് ഹല്ലേലൂയ നാം നേരത്തെ വായിച്ചത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 29:13. ഈ ജനം വായാൽ എന്നെ ആദരിക്കുന്നു, അവരുടെ ഹൃദയം എനിക്ക് ദൂരെയായി. ദൈവം ആമേൻ രൂപത്തെക്കാൾ ഹൃദയത്തെ നോക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശമൂവേലിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, യഹോവ ഹൃദയങ്ങളെ നോക്കുന്നു. ഹല്ലേലൂയ. ആത്മീയ പരിശോധനയ്ക്കായി ഇന്ന് രാത്രി ദൈവം നമ്മോട് ഇടപെടുകയാണ്. ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു, നിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നിന്റെ പ്രാർത്ഥന എപ്രകാരമാണ്? ഹല്ലേലൂയ. ആമേൻ. അതേ പ്രാർത്ഥനയിൽ നിനക്ക് ജീവനുണ്ടോ, അതോ ശീലമായ? ഹല്ലേലൂയ. നിന്റെ മനസാക്ഷി എപ്രകാരമായിരിക്കുന്നു? നിന്റെ ആദ്യ സ്നേഹം എവിടെ? ആമേൻ. നിഗമനം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നെ കുറ്റപ്പെടുത്തുകയല്ല, ജാഗ്രതയിലേക്ക് വിളിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ഇന്ന് അന്വേഷിക്കുന്നത് ജീവനുള്ള വിശ്വാസം, ആമേൻ, സ്ഥിരതയുള്ള ഹല്ലേലൂയ അനുസരണം, ആമേൻ, സത്യസന്ധമായ ഹൃദയം. അതുകൊണ്ട് ആമേൻ ഇന്നത്തെ തീരുമാനം, ഹല്ലേലൂയ, കർത്താവേ, ആമേൻ, ഭാവമല്ല ശക്തി വേണം. ഹല്ലേലൂയ. പുറമേയല്ല കേട്ടോ, ഉള്ളിലെ പരിവർത്തനം വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വസ്തരായി നിൽക്കാൻ ആമേൻ എന്നെ സഹായിക്കണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും? പ്രത്യാശയുടെ വാതിൽ ഇതാ നിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 21-22 വാക്യം: ദുഷ്ടൻ തന്റെ ആ പാപങ്ങളിൽ നിന്ന് തിരിഞ്ഞാൽ അവന്റെ അകൃത്യങ്ങൾ ഒന്നും ഓർമ്മിക്കപ്പെടുകയില്ല, ഒന്നും ഓർക്കപ്പെടുകയില്ല. ആമേൻ. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം: നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ, നമ്മുടെ പാപങ്ങളെ സമ്മതിക്കുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ അവൻ നമ്മോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ആമേൻ നിങ്ങളുടെ പാപങ്ങൾ എത്ര ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ. വീണ് പോയവർക്ക് പ്രത്യാശയുണ്ട് കേട്ടോ. ആമേൻ. പിന്നോട്ട് പോയവർക്ക് അവസരമുണ്ട് കേട്ടോ. ആമേൻ. ദൈവം വാതിൽ അടച്ചിട്ടില്ല. ഹല്ലേലൂയ. പ്രത്യാശയുടെ വാതിൽ ഇതാ തുറന്നിരിക്കുന്നു. ആമേൻ. മുന്നറിയിപ്പിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി മനം തിരിയുന്നവർക്ക് ആമേൻ കരുണ കാണിക്കുന്നവനായിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ നീതി ഗൗരവമുള്ളതാണെങ്കിലും അവന്റെ കരുണ അതിലും വലുതാ. ഹല്ലേലൂയ. തിരിഞ്ഞു വരുവാൻ ഹല്ലേലൂയ ഇന്ന് രാത്രി അവൻ ആഹ്വാനം ചെയ്യുകയാണ്. തിരിഞ്ഞു വരുന്നവർക്കുള്ള ഒരു വാഗ്ദാനം ഇന്ന് രാത്രി ദൈവം ആമേൻ അരുളി ചെയ്യുകയാണ്. ആമേൻ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 21-22: ദുഷ്ടൻ തന്റെ പാപങ്ങളിൽ നിന്ന് തിരിഞ്ഞ് എന്റെ എല്ലാ ചട്ടങ്ങളും അനുസരിച്ച് നീതിയും ന്യായവും പ്രവർത്തിച്ചാൽ അവൻ നിശ്ചയമായി ജീവിക്കും. ഹല്ലേലൂയ. അവൻ ചെയ്ത അകൃത്യങ്ങളൊന്നും അവന് ഓർക്കപ്പെടുകയില്ല. ഇവിടെ 3 ശക്തമായ സത്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. അതെ. ഹല്ലേലൂയ. ഒന്ന്, തിരിഞ്ഞാൽ ഹല്ലേലൂയ മാറ്റം സാധ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ക്ഷമ പൂർണ്ണമാണ്. ആമേൻ. അതെ. നിന്റെ പാപങ്ങളൊന്നും അവൻ ഓർക്കപ്പെടുകയില്ല. ആമേൻ. അതെ. ജീവൻ ഉറപ്പാണ്, നിശ്ചയമായി
വർഷമായും നീ ജീവിക്കും. ഹല്ലേലൂയ. ദൈവം പാപം മാത്രം ആമേൻ കാണുന്നില്ല. പാപത്തിൽ നിന്ന് തിരിഞ്ഞു വരുന്നവനെ ആമേൻ അവൻ അതേ ഹൃദയപൂർവ്വം കാണുകയാണ്, അവനെ സ്വീകരിക്കുകയാണ്. ഒരപ്പൻ സംസാരിക്കുന്നത് പോലെ ഇന്ന് രാത്രി അവൻ നമ്മോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ 1-ാം ലേഖനം ആമേൻ 1-ാം അധ്യായം 1 യോഹന്നാൻ 1:9 നാം വായിച്ചല്ലോ. നമ്മുടെ പാപങ്ങളെ സമ്മതിക്കുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് എല്ലാ അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ഇവിടെ വിശ്വസ്തനും ആമേൻ നീതിമാനുമാകയാൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആ നീതിമാനായ ദൈവം ആമേൻ നമ്മോട് ക്ഷമിക്കും. ഹല്ലേലൂയ. നമ്മെ ജീവനിലേക്ക് നയിക്കും. ഹല്ലേലൂയ. ഇവിടെ വിശ്വസ്തനും നീതിമാനുമാകയാൽ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ക്ഷമ ദൈവത്തിന്റെ വികാരം മാത്രമല്ല, അവന്റെ സ്വഭാവമാണ്. ഹല്ലേലൂയ. സമ്മതം എന്നത് മറച്ചു വെക്കാതെ തുറന്നു പറയുക, ന്യായീകരിക്കാതെ ഏറ്റു പറയുക, കുറ്റം മാറ്റിവെക്കാതെ വിനയത്തോടെ സമീപിക്കുക. അപ്പോൾ ദൈവം ചെയ്യുന്നത് ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. അതേ ശുദ്ധീകരിക്കുന്നു, പുനഃസ്ഥാപിക്കുന്നു. ഹല്ലേലൂയ. അവൻ ചിലത് പുനഃസ്ഥാപിക്കുകയാണ്, ചിലതിനെ ശുദ്ധീകരിക്കുകയാണ്. ആമേൻ. ചിലതിനോട് ക്ഷമിക്കുകയാണ്. ആമേൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1:18 ആമേൻ നാം വായിച്ചല്ലോ. നിങ്ങളുടെ പാപങ്ങൾ എത്ര ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണുപോയവർക്ക് പ്രത്യാശ നൽകുന്ന വചനം, പിന്നോട്ട് പോയവർക്ക് മടങ്ങി വരുവാനുള്ള അവസരം, ആത്മീയമായി തണുത്തു പോയവർക്ക് പുതുജീവനുണ്ട്. ആമേൻ. ദൈവം വാതിൽ അടച്ചിട്ടില്ല കേട്ടോ. നീ ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ വാതിൽ ഇപ്പോഴും തുറന്നിരിക്കുന്നു. ഉലാപങ്ങളുടെ പുസ്തകം 3:22-23 യഹോവയുടെ കരുണകൾ നശിച്ചു പോയിട്ടില്ല, അവ ഓരോ രാവിലെയും പുതിയതാകുന്നു. നീ എത്ര ദൂരെയായാലും ഒരു ചുവട് തിരിഞ്ഞാൽ മതിയാകും. ദൈവം നിന്നെ കുറ്റപ്പെടുത്തുവാൻ കാത്തിരിക്കുന്നില്ല, അവൻ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. അതിനാൽ ഇന്നത്തെ തീരുമാനം വളരെ വിലപ്പെട്ടതാണ്. എത്ര പേർ ഇന്ന് രാത്രി കർത്താവിനോട് പറയും, കർത്താവേ ഞാൻ തിരിഞ്ഞു വരുന്നു, എന്റെ അകത്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിരിക്കട്ടെ, നിന്റെ കരുണയാ ഞാൻ പുതുക്കപ്പെടട്ടെ. ഒരു പക്ഷേ നീ ആത്മീയമായി തണുത്തു പോയിരിക്കാം. ഒരു കാലത്ത് ജ്വലിച്ചിരുന്ന പ്രാർത്ഥന ഇന്ന് മങ്ങിയിരിക്കാം. ഒരു കാലത്ത് ആനന്ദം നിറഞ്ഞിരുന്ന ആരാധന ഇന്ന് ശീലമായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, എസ്കേൽ 18:32 തിരിഞ്ഞു വരുവീൻ, ജീവിപ്പീൻ. ഇതൊരു സാധാരണ വാക്കല്ല, ഇത് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വിളിയാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം, നശിച്ചു പോയ വർഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് മടക്കി തരാം. നിന്റെ മുൻകാല പരാജയം നിന്റെ ഭാവിയെ നിർണയിക്കില്ല. നിന്റെ വീഴ്ച നിന്റെ അന്ത്യമല്ല, നിന്റെ തണുപ്പ് ആമേൻ നിന്റെ ആമേൻ അവസാന അവസ്ഥയല്ല. സങ്കീർത്തനം 37:23-24 വായിച്ചു. സങ്കീർത്തനം 37:23-24 നീതിമാൻ വീണാലും തകർന്നു പോകുകയില്ല. ഹല്ലേലൂയ. യഹോവ അവന്റെ കൈ പിടിച്ചിരിക്കുന്നു. ആമേൻ. സങ്കീർത്തനം 37:23-24 ഹല്ലേലൂയ. 37:23-24 ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ. സങ്കീർത്തനം 37:23-24 വായിച്ചു. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചയാകില്ല. യഹോവ അവനെ കൈ പിടിച്ചു താങ്ങുന്നു. യഹോവ അവന്റെ കൈ പിടിച്ച് താങ്ങുന്നു. ഹല്ലേലൂയ. ആമേൻ.
ഇന്ന് ദൈവം നിന്നെ ആമേൻ കൈവിടുന്നില്ല. അവൻ നിന്നെ വിളിക്കുന്നു. ആമേൻ വീണ്ടും പ്രാർത്ഥനയിലേക്ക്, വീണ്ടും വിശുദ്ധിയിലേക്ക്, വീണ്ടും ആദ്യ സ്നേഹത്തിലേക്ക്. ആമേൻ നീ തിരിഞ്ഞാൽ ദൈവം സ്വീകരിക്കും. ആമേൻ നീ വിളിച്ചാൽ അവൻ മറുപടി നൽകും. നീ കരഞ്ഞാൽ അവൻ ആശ്വസിപ്പിക്കും. ആമേൻ ഇത് നിന്റെ പുനരാരംഭത്തിന്റെ നിമിഷമാകട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അവിടുത്തെ സന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കർത്താവ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, നാശത്തിനല്ല ആമേൻ ജീവിക്കുന്നതിൽ നീ പ്രസാദിക്കുന്നവനാകുന്നു. ആമേൻ ശിക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, മുൻകാല അനുഭവങ്ങളിൽ ആശ്രയിച്ച് ഇന്നത്തെ അനുസരണം വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ കർത്താവെ. പുറമെ ഭക്തിയുള്ളവരായി തോന്നിയിട്ടും ഉള്ളിൽ ശൂന്യതയോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് ക്ഷമിക്കണമേ കർത്താവെ. ഇന്ന് രാത്രി ഹൃദയങ്ങളെ പരിശോധിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ, നിലവുകളെ കർത്താവെ പരിശോധിക്കണമേ. ആമേൻ. ഞങ്ങളുടെ ഉള്ളിൽ ദോഷകരമായ വഴിയുള്ളോ എന്ന് നോക്കണമേ. മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ വെളിപ്പെടുത്തണമേ. മന്ദമായ മനസാക്ഷി ഉണർത്തണമേ. ആത്മീയ തണുപ്പിൽ നിന്ന് ആമേൻ ഞങ്ങളെ ആമേൻ അതെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ. വഴി തെറ്റിയവരെ തിരിച്ചു കൊണ്ടുവരണമേ. വീണ് പോയവരെ ഉണർത്തണമേ. ദുർബലരായവരെ ബലപ്പെടുത്തണമേ. അവസാനം വരെ വിശ്വസ്തരായി നിൽക്കുവാൻ കൃപ തരണമേ. ഹല്ലേലൂയ. ദിവസേന ക്രൂശെടുത്ത് അങ്ങേ അനുഗമിപ്പാൻ, അങ്ങേ പിന്തുടരുവാൻ ശക്തി തരണമേ. തിരിഞ്ഞു വന്ന് അനുസരിപ്പാൻ, ജീവിപ്പാൻ ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെടുന്ന എല്ലാവരെയും അവിടുന്ന് ഹല്ലേലൂയ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം കർത്താവേ. ഇന്ന് രാത്രി തിരിഞ്ഞു വരുന്നവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി പാപങ്ങളെ ഏറ്റുപറയുന്നവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി പുതുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം കർത്താവേ. അവരെയും അവരുടെ തലമുറകളെയും അവരുടെ ജീവിത ആമേൻ സാഹചര്യങ്ങളെയും അവരുടെ സമസ്ത മേഖലകളെയും സ്വർഗം അനുഗ്രഹിക്കണമേ. ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ ഇന്ന് രാത്രി എല്ലാവർക്കും കൃപ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ അർപ്പിച്ച യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും അങ്ങയുടെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ആമേൻ. ഈ ആത്മീയ കൂട്ടായ്മയിൽ ഇന്ന് രാത്രി പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഒരു പുതിയ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ആമേൻ. പുത്തൻ അനുഭവത്തിൽ ആമേൻ ഇന്ന് ഇങ്ങനെ ആമേൻ ശുശ്രൂഷിപ്പാനിടയായത് ആമേൻ പുതിയൊരു തിരുവ്, പുതിയൊരു അധ്യായം, പുതിയൊരു ആമേൻ ആമേൻ തീരുമാനത്തിലേക്ക് ചുവടെടുത്തു വെക്കുവാൻ ആമേൻ സ്വർഗം ഇടയാക്കിയതുപോലെ ഒരു പുത്തൻ പ്രഭാതം ദൈവം ആമേൻ നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. ആമേൻ. ആനന്ദഘോഷങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ കാണുവാൻ ദൈവം ഇടയാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് മേഘതീരം പ്രയർ ഫാമിലി. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. See you again. തിരിഞ്ഞു വരുവിൻ, ജീവിക്ക് എന്നെ വിളിക്കുന്നു കർത്താവേ. നാശത്തിൽ അല്ല ജീവത്തിൽ പ്രസാദിക്കുന്നു പിതാവേ. ദുഷ്ടന്റെ മരണത്തിൽ സന്തോഷമില്ലെന്നു നീ പറഞ്ഞു. മാറുന്ന ഹൃദയത്തിൽ
മുന്തിരി കഥക ഞാൻ പറയുന്നില്ല ഇനി. എന്റെ ആത്മാവ് നിനക്കേതെന്നു ഞാൻ സമ്മതിക്കുന്നു ഇപ്പോ. എല്ലാ ആത്മാക്കളും നിനക്കേതെന്നു നീ അരുളി ചെയ്തു. എന്റെ ജീവിതം എന്റെ ഉത്തരവാദിത്വമെന്നു നീ പഠിപ്പിച്ചു. പാപം ചെയ്ത ആത്മാവാണ് മരിക്കേണ്ടതെന്നു പറഞ്ഞു. എന്നാൽ തിരിഞ്ഞാൽ ജീവിക്കുമെന്നു നീ വാഗ്ദാനം ചെയ്തു. ചുവപ്പായ പാപങ്ങൾ മഞ്ഞുപോലെ വെളുപ്പിക്കുന്നവനെ, ഓർക്കപ്പെടുകയില്ലെന്നു നീ ഉറപ്പു നൽകിയവനെ. ആദ്യ സ്നേഹം വിട്ടുപോയ ഹൃദയം ഞാൻ കൊണ്ടുവരുന്നു. വായാലല്ല ഹൃദയം കൊണ്ടു ഞാൻ നിനക്കരികെ വരുന്നു. ഇളം ചൂടായ വിശ്വാസം വീണ്ടും ജലിപ്പിക്കണമേ. മന്ദമായി മനസ്സാക്ഷി വീണ്ടും ഉണർത്തണമേ. തിരിഞ്ഞു വരുവിൻ ജീവിപ്പിൻ എന്ന വാക്കിനെൻ പാട്ടാകുന്നു. നാശമല്ല പുനരാരംഭം എന്റെ കഥയാകുന്നു. തിരിഞ്ഞു വരുവിൻ ജീവിപ്പിൻ എന്നെ വിളിക്കുന്നു കർത്താവേ. നാശത്തിലല്ല ജീവിതത്തിൽ പ്രസാദിക്കുന്ന പിതാവേ. ദുഷ്ടന്റെ മരണത്തിൽ സന്തോഷമില്ലെന്നു നീ പറഞ്ഞു. മാറുന്ന ഹൃദയത്തിൽ ആനന്ദം കാണുന്നവൻ നീയല്ലോ. പുളിച്ച മുന്തിരി കഥകൾ ഞാൻ പറയുന്നില്ല ഇനി. എന്റെ ആത്മാവ് നിനക്കെതെന്നു ഞാൻ സമ്മതിക്കുന്നു ഇപ്പോൾ. എല്ലാ ആത്മാക്കളും നിനക്കേതെന്നു നീ അരുളി ചെയ്തു. എന്റെ ജീവിതം എന്റെ ഉത്തരവാദിത്വമെന്നു നീ പഠിപ്പിച്ചു. പാപം ചെയ്ത ആത്മാവാണ് മരിക്കേണ്ടതെന്നു പറഞ്ഞു. എന്നാൽ തിരഞ്ഞാൽ ജീവിക്കുമെന്നു നീ വാഗ്ദാനം ചെയ്തു. ചുവപ്പായി പാപങ്ങൾ മഞ്ഞുപോലെ വെളുപ്പിക്കുന്നവനെ, ഓർക്കപ്പെടുകയില്ലെന്നു നീ ഉറപ്പു നൽകിയവനെ. ആദ്യ സ്നേഹം വിട്ടുപോയ ഹൃദയം ഞാൻ കൊണ്ടുവരുന്നു. വായാലല്ല ഹൃദയം കൊണ്ടു ഞാൻ നിനക്കരികെ വരുന്നു. ഇളം ചൂടായ വിശ്വാസം വീണ്ടും ജ്വലിപ്പിക്കണമേ. മന്ദമായ മനസാക്ഷി വീണ്ടും ഉണർത്തണമേ. തിരിഞ്ഞു വരുവിൻ ജീവിപ്പിൻ എന്ന വാക്കിൻ പാട്ടാകുന്നു. നാശമല്ല പുനരാരംഭം എന്റെ കഥയാകുന്നു.